നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനേ. ഭാഗ്യത്തിന് ഭാവനയ്ക്ക് മറ്റൊന്നും സംഭവിച്ചില്ല സർ. പക്ഷെ അവളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അവളുടെ സംസാരത്തിൽ അവൾ ആരെയോ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് സർ. അതാരെ? അവളെ തട്ടിക്കൊണ്ടുപോയവരെ അവളെന്തിനാ സംരക്ഷിക്കണേ? അതാച്ച എനിക്കും മനസ്സിലാവാത്തത്. എത്ര അനുഭവിച്ചാലും അവള് പഠിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കാനാണെങ്കിൽ ഭാവനയുടെ പഴയ ശത്രുക്കളെ എല്ലാം സംശയിക്കേണ്ടി വരും. ഇവിടെ അമ്മ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അമ്മയുടെ ഏട്ടനും ഏടത്തി. അവരെ സംശയിക്കാം, അനിരുദ്ധനെയും സംശയിക്കാം, എന്തിനാ അമ്മയെ വരെ സംശയിക്കാം. അതേടാ, എന്നെ തന്നെ നീ സംശയിക്കണം. എന്താടാ, ഞാനാണോ ഭാവനയെ തട്ടിക്കൊണ്ടു പോയത്? സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ നീയും ഉണ്ടെന്നല്ലേ ഇവൻ പറഞ്ഞുള്ളൂ. അത് നീയാണെന്ന് തീർത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിന് തീർത്ത് പറയണം? ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നീ കൂടുതൽ ചാടുവൊന്നും വേണ്ട. നിന്റെ പഴയ സ്വഭാവം നീ വീണ്ടും കാണിക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ആരായാലും സംശയിച്ചു പോവും. ഓഹോ, അപ്പൊ ദേവേട്ടനെ എന്നെ സംശയിക്കുന്നുണ്ടല്ലേ? അമ്മ വെറുതെ അച്ഛന്റെ മെക്കിട്ട് കയറണ്ട. സ്വന്തം ഏട്ടനെ ഏട്ടത്തെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. അവസാനം അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെ മോനെന്ന് വിളിക്കാൻ ഞാൻ ഉണ്ടാവില്ല. സഹിക്കാവുന്നതിന്റെ അപ്പുറം ഞാനും ഭാവനയും സഹിച്ചതാ. ഇനി വയ്യ. അമ്മയെ ഭാവന കാണാൻ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവെന്ന് കരുതിയിട്ട് അവള് വന്നത്. അപ്പൊ പറഞ്ഞു വെച്ചതുപോലെ അവളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു.